ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സീസണിലെ ആദ്യ ISL മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയോട് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ 1-2 ഗോളുകൾക്കായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് തോൽക്കേണ്ടി വന്നത്. പഞ്ചാബ് FCയുടെ സൂപ്പർ താരമായ ലൂക്ക മജ്സന്റെ ആ ഒരു മിന്നും പ്രകടനമാണ് അന്ന് യഥാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. പകരക്കാരനായി ഇറങ്ങിയ ഈ ഒരു താരം ഗോളും അസിസ്റ്റും സ്വന്തമാക്കുകയായിരുന്നു. അങ്ങനെ പഞ്ചാബിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ലൂക്ക മജ്സന് കഴിഞ്ഞു. പക്ഷേ അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ രാഹുൽ KP അദ്ദേഹത്തെ ഗുരുതരമായി ഫൗൾ ചെയ്തിരുന്നു. അതിന്റെ ഫലമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ താടിയെല്ല് പൊട്ടുകയും ചെയ്തിരുന്നു. അന്നത്തെ ആ ഒരു ഫൗളിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് രാഹുലിന് ലഭിച്ചിരുന്നത്. എന്നാൽ ഉടൻ തന്നെ അദ്ദേഹം ലൂക്ക മജ്സനോട് മാപ്പ് പറയുകയും ചെയ്തിരുന്നു. ആ സംഭവത്തെക്കുറിച്ച് മജ്സൻ ഒരിക്കൽ കൂടി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് രാഹുൽ ഒരൽപ്പം ദേഷ്യത്തോടു കൂടിയാണ് തന്നെ ഫൗൾ ചെയ്തത് എന്നാണ് ഇപ്പോൾ മജ്സൻ പറഞ്ഞിട്ടുള്ളത്. അതിന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിറഞ്ഞ ആ ഒരു സ്റ്റേഡിയം കൂടി ഇന്ധനം പകർന്നു എന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മജ്സന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ആ മത്സരത്തിൽ ഞാൻ എൻ്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തു. ബെഞ്ചിൽ നിന്ന് വന്നുകൊണ്ട് ഗോളടിക്കാനും അസിസ്റ്റ് നൽകാനും എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രൂപത്തിൽ ആഘോഷിച്ചു. ആ മത്സരം ഒരേ സമയം എനിക്ക് മധുരമുള്ളതും കയ്പേറിയതുമായ അനുഭവം നൽകുകയായിരുന്നു. ഞാൻ വളരെയധികം അഡ്രിനാലിൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത്. കാരണം ഞങ്ങൾ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മുൻപും ഇത്തരം വഴക്കുകളുടെ ഭാഗമായിട്ടുണ്ട്. താടിയെല്ലിൽ പരിക്ക് പറ്റിയാലുള്ള ആ ഒരു വേദന എന്താണ് എന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷെ ഇത്തവണ കൂടുതൽ ഗുരുതരമായിരുന്നു. താടിയെല്ല് 2 പോയിന്റുകൾ തകർന്നതായി പിന്നീട് കണ്ടെത്തി. എൻ്റെ അമിതമായ ആഘോഷം ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവാം. താടിയെല്ല് തകർക്കാൻ ആ എതിർ താരം ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവൻ എന്നിലേക്ക് വന്നത് ഒരൽപ്പം ദേഷ്യത്തോടു കൂടിയായിരുന്നു. സ്റ്റേഡിയം അതിന് ഇന്ധനം പകരുകയാണ് ചെയ്തിട്ടുള്ളത്. ആ മത്സരം വളരെയധികം ആവേശഭരിതമായിരുന്നു. ടാക്കിളുകൾ വളരെയധികം ഡേഞ്ചറസ് ആയിരുന്നു. ഗ്ലാഡിയേറ്റർമാർ പോലും അങ്ങനെ പോരാടാറില്ല. അന്ന് സംഭവിച്ചത് തീർത്തും ദൗർഭാഗ്യകരമായിരുന്നു. ഇതാണ് ലൂക്ക മജ്സൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഈ ഒരു പഞ്ചാബ് താരം സർജറിക്ക് വിധേയനായി. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ചില മത്സരങ്ങൾ നഷ്ടമാവുകയും ചെയ്തിരുന്നു. ഈ സീസണിൽ ആകെ പഞ്ചാബിന് വേണ്ടി 8 മത്സരങ്ങൾ കളിച്ച താരം 5 ഗോളുകളും 3 അസിസ്റ്റുകളുമാണ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.